ഗുരുതര സാഹചര്യം സംസ്ഥാനത്തുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അത് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പകർച്ചപ്പനി ബാധിച്ച് സർക്കാർ ആശുപത്രികളിൽ മാത്രം ചികിത്സ തേടുന്നവരുടെ എണ്ണം അത് വർദ്ധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ആശങ്ക ഉണ്ടാക്കുകയും ചെയ്യുന്നത്. ഇന്നത്തെ അവലോകന യോഗത്തിന് ശേഷം ഇന്ന് വൈകുന്നേരത്തോടു കൂടിയായിരിക്കും ഇന്ന് എത്ര പേർ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട് എന്നുള്ളൊരു കണക്ക് വ്യക്തമാവുക. എന്നാൽ ഇന്നലെ മാത്രം സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത് 13,187 പേരാണ്. അത് സർക്കാർ ആശുപത്രികളിൽ മാത്രം കണക്കാണ്. ഇനി സ്വകാര്യ ആശുപത്രികളിലൊക്കെയുള്ള കണക്കെടുക്കുമ്പോൾ അതിന്റെ സംഖ്യ ഉയർന്നു നിൽക്കുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഗൗരവകരമായിട്ടുള്ള കാര്യം. അതിൽ ഡെങ്കിപ്പനി, ഷിഗല്ല, എലിപ്പനി, മഞ്ഞപ്പിത്തം അടക്കമുള്ള രോഗം ബാധിച്ചവരാണ് മുൻനിരയിലുള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ന് കൊല്ലം കുളത്തൂപ്പുഴയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന സ്ത്രീയും മരണപ്പെട്ടിട്ടുണ്ട്. 60 വയസ്സായിരുന്നു പ്രായം. അങ്ങനെ വിവിധ തരത്തിലുള്ള രോഗങ്ങളാണ് സംസ്ഥാനത്ത് പിടിമുറുക്കുകയും ചെയ്തത്. അതിൽ ആരോഗ്യവകുപ്പ് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു. അതുപോലെ തന്നെ ഹൈപ്പവർ കമ്മിറ്റിയുടെ പകർച്ചവ്യാധി പ്രതിരോധ യോഗമടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു. അതിൽ പ്രധാനമായും അടിസ്ഥാനമായി ഈ ഡ്രൈ ഡേ ഒക്കെ ആചരിച്ചുകൊണ്ട് വ്യക്തി ശുചിത്വം പാലിച്ചുകൊണ്ട് വ്യക്തിപരമായി ചെയ്യാൻ കഴിയുന്ന ചൂടാറിയ വെള്ളം കുടിക്കുക എന്നടക്കമുള്ള അത്തരം പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ആദ്യഘട്ടത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ പനിലക്ഷണമൊക്കെ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തുക എന്നടക്കമുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതിൽ മഴക്കാലപൂർവ്വ ശുദ്ധീകരണം നടത്താൻ വൈകിയതാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകാൻ കാരണമെന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ നിലവിലെ വിലയിരുത്തലായി വരികയും ചെയ്യുന്നത്. എന്തായാലും 3 ദിവസങ്ങളിൽ ഡ്രൈ ഡേ ആചരിക്കുന്നത് വിദ്യാലയങ്ങളിലും അതുപോലെ തന്നെ സർക്കാർ ഓഫീസുകളിലും വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കുക. അതുപോലെ തന്നെ പ്രോട്ടോകോൾ അനുസരിച്ച് മാത്രം പ്രതിരോധിക്കാൻ ഈ ഒരു രോഗാവസ്ഥയെ പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ്